ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല എരിവും പുളിയും മധുരവും ഒക്കെയുള്ള സ്പെഷ്യൽ പുളിയിഞ്ചി തയ്യാറാക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ഇതുപോലെ ഇഞ്ചിയുടെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയായി കഴുകി എടുത്തതിന് ശേഷം നന്നായി ചെറുതായി അരിഞ്ഞെടുത്ത് വെക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളകും വട്ടത്തിനും ചെറുതായി അരിഞ്ഞെടുത്ത് വെക്കാം. പിന്നെ ഞാനിത് അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിതാ കടുകാണ് ഇടാൻ പോകുന്നത്. ഇതിൽ കടുക് ഇട്ട് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് അരിഞ്ഞു വെച്ച ഇഞ്ചി മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വട്ടത്തിന് വെച്ച് പച്ചമുളകും മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുള്ളൂ. ഇനി ബാക്കി അതിന് ശേഷം ഇട്ടിട്ട് ഇറക്കുന്ന സമയത്താണ് ഇടുന്നത്. ഇത് ഇനി ഇത്രയും ഇഞ്ചിയും പച്ചമുളകും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വറുത്തെടുക്കാം. ഇനിയിപ്പോൾ ചെറുതായി അരിഞ്ഞെടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ അത് നല്ലതുപോലെ ഒന്ന് കഷ്ണമാക്കിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ട് ആയാലും നല്ല രീതിയിൽ നമുക്ക് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നല്ല ടേസ്റ്റി ആയിട്ട് അതങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും നല്ല ചുവക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇഞ്ചി ഇവിടെ നല്ല ആവശ്യത്തിനുള്ള വറവായി വന്നിട്ടുണ്ട് കേട്ടോ, ഇഞ്ചിയും പച്ചമുളകും. ഇനി ഈ വറുത്ത് വന്ന ഇഞ്ചിയിലേക്ക് സകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് അതിന് അത്യാവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി കുറച്ച് ഇട്ടാൽ മതി, പച്ചമുളകും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. ഇനി നന്നായി ഇളക്കുക. ഇനി വാളൻപുളി നന്നായി ചൂടുവെള്ളത്തിൽ കുതിർത്തി മാക്സിമം പൾപ്പ് ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത പുളിവെള്ളം ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം കംപ്ലീറ്റും ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇഞ്ചിപ്പുളിയിലേക്ക് ആവശ്യമായ ഉലുവ പൊടിച്ചതും ഉലുവ വറുത്ത് പൊടിച്ചതാണ് അതും കായപ്പൊടിയും കൂടിയിട്ട് നമുക്ക് സകലം ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ അതും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇഞ്ചിപ്പുളിയിലേക്ക് നമുക്ക് ശർക്കര 2 കഷ്ണം മുഴുവനായിട്ടുള്ളതും ഇട്ട് കൊടുക്കാം. ശർക്കര ഉരുക്കിയും ചേർക്കാവുന്നതാണ്. നമുക്ക് ഇവിടെ കിട്ടിയ നല്ല ശർക്കര ആയതുകൊണ്ട് തന്നെ ഞാനത് അങ്ങനെ 2 കഷ്ണം മുഴുവനായിട്ടും 2 അച്ച് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിപ്പുളി ഇതേ ഇപ്പോൾ വെള്ളം പോലെയാണുള്ളത്. അതൊന്ന് നന്നായി കുറുകി വരണം. ഇനി അല്പം ഉപ്പ് കൂടി ഇട്ട് 15 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിപ്പുളി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ബെല്ലമൊക്കെ ഇട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. പുളിയും ഉപ്പും എരിവും മധുരവും എല്ലാം കൂടി നല്ല സെറ്റായിട്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ല നിറമൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഓഫാക്കി വെക്കാം. ഓഫാക്കി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് തണുത്തിട്ട് നമുക്കൊന്ന് കൂട്ടി നോക്കാം കേട്ടോ. സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇഞ്ചിപ്പുളിയുടെ ഫൈനൽ ലുക്ക് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നിറവും മണവും സ്മെല്ലും ഒക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.